ഞാൻ എൻ്റെ കുട്ടിയെ കൊല്ലുമോ സാറേ? നിങ്ങൾക്കുമില്ലേ കുട്ടികളും കുടുംബവും? ഞാൻ എന്തിനെൻ്റെ കുടുംബത്തെ കൊല്ലണം? പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ സൗമ്യ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. എന്നാൽ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിന് മുന്നിൽ ഏറെ നേരം പിടിച്ചു നിൽക്കാൻ സൗമ്യക്കായില്ല. ചോദ്യം ചെയ്യലിൻ്റെ 10-ാം മണിക്കൂറിൽ പിണറായി ഗ്രാമത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള സൗമ്യയുടെ കുറ്റസമ്മത മൊഴി പുറത്തു വന്നു. ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം സൗമ്യക്ക് അടുപ്പക്കാരായി പലരും വീട്ടിലെത്തി. അത്തരം ബന്ധങ്ങൾക്ക് കുടുംബമൊരു തടസ്സമാണെന്ന് കണ്ടാണ് കൊലപാതകം. കൊല്ലപ്പെടുന്നതിൻ്റെ 5 നാൾ മുമ്പ് മൂത്തക്കുട്ടി ഐശ്വര്യ രാത്രി ഞെട്ടിയുണർന്നു. അന്ന് ആ മുറിയിൽ അമ്മയോടൊപ്പം മറ്റു 2 പേരെ കൂടി കണ്ടവൾ ഞെട്ടി നിലവിളിച്ചു. ഈ വിവരം മറ്റുള്ളവർ അറിയാതിരിക്കാൻ സൗമ്യ മകളെ എലിവേഷം കൊടുത്തു കൊന്നു. മാസങ്ങൾക്ക് ശേഷം അച്ഛനെയും അമ്മയെയും 2012-ൽ 1.5 വയസ്സുള്ള കുഞ്ഞിനെയും ഇതേ രീതിയിൽ. പോലീസ് അന്വേഷണത്തിൽ സൗമ്യക്ക് 16 വയസ്സുകാരൻ മുതൽ പല പ്രമുഖന്മാരുമായി വരെ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഈ കേസിൽ സുപ്രധാന വഴിത്തിരിവുകൾ സംഭവിക്കുന്നത് 2018-ലാണ്. സൗമ്യയെ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിലെ പ്രതിയുടെ തൂങ്ങി മരണം, അതും ജയിലിൽ വെച്ച്. കേസിൽ